ദ പൈലൻസ് എന്ന് പറയുന്ന പോം എഴുതിയിട്ടുള്ളത് സ്റ്റീഫൻ സ്പെൻഡറാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ലണ്ടനിൽ 1909 അദ്ദേഹം ജനിക്കുന്നത്. പ്രോമിനൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഗ്രൂപ്പായ ഓക്സ്ഫോർഡ് പോയറ്റ്സിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും നമ്മൾ W.H. ഓഡൻ്റെ പേരിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്താണ് പറയാറ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു W.H. ഓഡൻ. നമുക്ക് വേണമെങ്കിൽ ഈ W.H. ഓഡൻ്റെ ഈ ഒരു ഫെയിമിൽ തഴയപ്പെട്ടു പോയ ഒരാളാണ് സ്റ്റീഫൻ സ്പെൻഡർ എന്നൊക്കെ പറയാം. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റ് ചില പോയട്രി കളക്ഷൻസ് ആണ് ഡോൾഫിൻസ്, കളക്റ്റഡ് പോംസ്, ജനറസ് ഡേയ്സ്, ദ സ്റ്റിൽ സെൻറ്റർ, പോയിൻറ്റ്സ് ഓഫ് ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ ഈ ഓഡനും സ്റ്റീഫൻ സ്പെൻഡറും ഒക്കെ അടങ്ങുന്ന വേറൊരു പോയറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് പൈലൻസ് പോയറ്റ്. ഈ പൈലൻസ് പോയറ്റിന് ഈ പേര് വന്നത് എവിടുന്ന? നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ദ പൈലൻസ് എന്ന് പറയുന്ന ഈ കവിതേൻ്റെ ടൈറ്റിൽ തന്നെയാണ് കേട്ടോ ഈ പേര് വന്നത്. ഇനി പൈലൻ എന്ന് പറയുന്ന വാക്ക് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരേണ്ടത്. പൈലൻ എന്ന് പറയുന്നത് എന്താ? ഈ ഇലക്ട്രിക്കൽ കേബിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വലിയ ടവർ ലൈക്ക് സ്ട്രക്ചറിലെ അതിനെയാണ് നമ്മൾ പൈലൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കവി പൈലൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ടെക്നോളജീനെ അല്ലെങ്കിൽ മോഡേണിസത്തിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പൈലൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സമ്മറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പൈലൻസ് എന്ന് പറയുന്ന പോമിൻ്റെ സ്ട്രക്ചർ ആദ്യം നോക്കാനാണെങ്കിൽ 5 ഷോർട്ട് ക്വാട്രെയിൻസ് ആയിട്ടാണുള്ളത്. ക്വാട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 ലൈൻ സ്റ്റാൻസ. അപ്പോൾ 5 അങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള 4 വരിയുള്ള സ്റ്റാൻസകളുണ്ട്. ഇതിൽ പറയുന്നത് നേച്ചറും അതുപോലെ തന്നെ ടെക്നോളജിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ റൂറൽ വേഴ്സസ് അർബൻ കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. ഇവിടെ പൈലൻസ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ടവർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കേബിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ടവർ പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ പൈലൻസ് എന്ന് പറയുന്നത്. പൈലൻസ് എന്ന് പറയുന്നത് എന്താ? ടെക്നോളജിയെ സിംബലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ മെറ്റഫറായിട്ടാണ് പൈലൻസിനെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റീഫൻ സ്പെൻഡർ പൊതുവെ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിനറിയോസിനെ കുറിച്ച് എഴുതിയിരുന്ന ഒരു പോയറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡേഴ്സിന് അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ കൂടുതൽ റിലേറ്റബിളും ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള പോംസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്നത്തെ കാലത്തെ ടെക്നോളജിക്കൽ പ്രോസസ്സൊക്കെ എഴുതിയ ആളായിരുന്നു നമ്മുടെ സ്റ്റീഫൻ സ്പെൻഡർ. എന്ന് വെച്ചിട്ട് അദ്ദേഹം അത് സപ്പോർട്ട് ചെയ്ത് എഴുതി എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം ആ ഒരു റൂറൽ ഏരിയയിൽ ഈ ഒരു പൈലൻ വന്നപ്പോൾ റൂറൽ ഏരിയേൻ്റെ ബ്യൂട്ടിയെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു ടവറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, പിന്നീട് ഈ കവിതയുടെ അവസാനമായപ്പോഴേക്കും അദ്ദേഹം വാക്ക് മാറി. അദ്ദേഹം ഒരു ആംബിവാലൻ ടോണൊക്കെ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യം ഇയാൾ പറഞ്ഞത് ഈ നാടിൻ്റെ ഭംഗിയൊക്കെ പോയി, ഈ ഒരു വലിയ ഒരു ടവറൊക്കെ വന്നപ്പോൾ ആ നാടിൻ്റെ ആ ഒരു ഹില്ലും അല്ലെങ്കിൽ പുഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അല്ലെങ്കിൽ ആ പീസ്ഫുൾനെസ്, ആ പ്യൂരിറ്റി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾ അവസാനം പറയുന്നത് എന്തൊക്കെയായാലും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ലേ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയല്ലേ നമ്മളുടെ ഈ പൈലൻസൊക്കെ എന്ന് പറഞ്ഞാൽ ടവർ ലൈക്ക് സ്ട്രക്ചേഴ്സൊക്കെ എന്താ ആകാശം മുട്ടി ഈ മേഘം മുട്ടി നിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ്, അതുപോലെ നമ്മുടെ നാടും നാളെ വാനോളം ഉയരും എന്നൊക്കെയുള്ള ശുഭപ്രതീക്ഷയിലാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോൺ എന്നുള്ളത് മനസ്സിൽ വെക്കുക. പൈലൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രസ്സിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉപയോഗിക്കുക. എവിടെ പൈലൻ കേൾക്കുകയാണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി ഈ പോമിൽ ആദ്യം പറയുന്നത് എന്താ? നമ്മുടെ പൈലൻസിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഇമ്പാക്റ്റ് അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടീനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലായി പൈലൻസ് അവിടെ വന്നപ്പോൾ എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ടെക്നോളജി ഒരു ത്രെറ്റാണ് നമ്മളുടെ ഈ റൂറൽ ലൈഫിലെ പ്യൂരിറ്റിക്കും പീസ്ഫുൾനെസ്സിനൊക്കെ ഒരു ത്രെറ്റാണെന്നും സ്പെൻഡർ പറഞ്ഞു. ഈ പൈലൻസ് എന്നുള്ള ഒരു സ്ട്രക്ചർ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. ഒന്ന്, ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ മെറ്റഫറായിട്ട് യൂസ് ചെയ്തു. പിന്നെ ഇത്രയും വലിയൊരു സ്ട്രക്ചർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റി. ഈ പൈലൻ എന്ന് പറഞ്ഞത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. എല്ലാ നാട്ടിലും ഈ യൂണിവേഴ്സിൽ മൊത്തം ഇലക്ട്രിസിറ്റി എല്ലാവർക്കും ആവശ്യം ഒരുപോലെയാണ്. എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബേസിക് നീഡ് എന്ന് പറയുന്ന പോലെ ഉള്ളതാണ് ഇലക്ട്രിസിറ്റി. സോ അതൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ
വളരെ ലാർജ് ആയിട്ടുള്ള ടവറിങ് സ്ട്രക്ചറാണ് പൈലണിനുള്ളത്. അപ്പോൾ ആ ലാർജ് സ്ട്രക്ചർ എന്താണ്, നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതല്ലേ, അതുപോലെ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ അത്രയും സ്ട്രോങ് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു, നമ്മുടെ യൂണിവേഴ്സിൽ അത്ര ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു, നമ്മളുടെ മനുഷ്യരുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു. അതിൻ്റെ ഗ്രിപ്പ് എങ്ങനെയാണ്, അതൊരു മെറ്റാലിക് ആയിട്ടുള്ള റിജിഡ് ബോഡിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ യൂണിവേഴ്സിലും ഹ്യൂമൻ ലൈഫിലും ആ ഒരു ഗ്രിപ്പ് അത് കോൾഡായിട്ടും സ്റ്റിഫായിട്ടും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ടെക്നോളജി മനുഷ്യരുടെ ജീവിതവുമായി അത്രയും ഗ്രിപ്പിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ പോയറ്റ് ഈ കവിത തുടങ്ങുന്നത് കുറേ ഈ നാടിൻ്റെ ഈ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ, അതായത് ഹിൽസ്, റോഡ്സ്, അങ്ങനത്തെ സാധാ സ്റ്റോറി ടെല്ലർ ഒരു ഗ്രാമീണ ഭംഗി പറയുന്ന പോലെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് ഈ പൈലൻ്റെ അപ്പിയറൻസ് വന്നപ്പോൾ അത് ഈ ഭംഗി അങ്ങോട്ട് ഇൻട്രപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ എന്തോ ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന രീതിയിലാണ് ആ പൈലൻസ് അവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സിമിലി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പൈലനെ ഒരു ജയൻറ്റ് നേക്കഡ് ഗേൾ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയാ എന്ന് വെച്ചാൽ, നേക്കഡ് ഗേൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൈലൻ വന്നപ്പോൾ അവിടെയുള്ള ആ ഹോപ്പ്, മിസ്റ്ററി, മോഡസ്റ്റി ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്തു, ഇതൊന്നും ഇല്ലാതെയായി എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത്. അടുത്തത് പറയുന്നത് ആ കൺട്രിയുടെ ഒരു ഗ്രീൻ ആൻഡ് ലൈവ്ലി ആ സംഭവം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ കൺട്രി കാണാൻ എങ്ങനെയാണ്, ഒരു ഡ്രൈ ബ്രൂക്ക് പോലെയാണ്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നതോടുകൂടെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ എന്ത് പോയി, ലൈവ്ലിനെസ്സും ഗ്രീനറിയും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൈലൻസിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റിംഗ് ഉണ്ട്, ആ ലൈറ്റിംഗ് വളരെ ഡേഞ്ചറസും ഡെഡ്ലിയുമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൈലൻസ് എന്ന് പറയുന്നത് എന്താ, ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ടെക്നോളജി, നമ്മുടെ ഭാവി ടെക്നോളജി കൊണ്ട് ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയും കൂടെ പൈലൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെട്ടു, കൾച്ചറൽ സിംപ്ലിസിറ്റി നഷ്ടപ്പെട്ടു. ഇതെല്ലാം നഷ്ടപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്, ഡെവലപ്മെൻറ്റിൻ്റെയും ടെക്നോളജീൻ്റെയും പേരിലാണ്. എന്നിട്ട് ഈ ടെക്നോളജി എന്ത് ചെയ്തു, നമ്മളുടെ ഫ്യൂച്ചറിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പൈലൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പോം എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഒപ്റ്റിമിസ്റ്റിക് നോട്ട് എന്ന് വെച്ചാൽ കൺട്രി സൈഡ് വിൽ അഡ്വാൻസ് ആൻഡ് റൈസ് ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടക്കത്തിൽ ആദ്യം ഇതിനൊക്കെ എതിരാണെങ്കിലും അവസാനം അയാൾ പറയുന്നത് എന്താ, നമ്മളുടെ ഈ നാടൊക്കെ വളരും, അത് റൈസ് ആവും, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവും, ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിലും വരും എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു ജസ്റ്റ് കുറച്ച് ഫ്യൂ പൈലൻസ് വന്നപ്പോൾ തന്നെ നമ്മുടെ വില്ലേജ് ആകെ ചേഞ്ചായി. അപ്പോൾ ഇനിയും ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇതുപോലെ ആകാശം തൊട്ട് നിൽക്കുന്ന വലിയ മാസീവ് ടവേഴ്സ് ഇനിയും ഇതുപോലെ വരും. അപ്പോഴേക്കും നമ്മുടെ വില്ലേജ് എന്താവും, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആയി മാറും. ഈ ടോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സിംബോളിക്കാണ്, അതായത് അവർ ഫിസിക്കലി ക്ലൗഡിന് റീച്ച് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്, എന്ന് വെച്ചാൽ മേഘം മുട്ടി നിൽക്കുന്ന സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാം നമ്മളുടെ നാടിനെയും നമ്മളുടെ രാജ്യത്തെയും ഇതുപോലെ ഒരു ദിവസം ക്ലൗഡ്സിനെ ടച്ച് ചെയ്യിക്കും. അതായത് വലിയൊരു പ്രോഗ്രസ്സിൽ, വലിയൊരു ഡെവലപ്മെൻറ്റിൻ്റെ പീക്കിൽ എത്തി നിർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ നോട്ടോടുകൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആംബിവാലന്റ് ഫീലിങ്സ് വരുന്നുണ്ടെന്നാണ്. ഒരേ സമയം നേച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടുന്നതിലുള്ള സാഡ്നെസ്, ആ ഒരു ഫീലിംഗ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്താണ്, ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ടെക്നോളജിക്കൽ ഗ്രോത്ത്, അതിലൊക്കെയുള്ള പോസിബിലിറ്റീനെ കുറിച്ചിട്ട് ഒരു ഹോപ്പും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോം ഒന്ന് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ തീം വരുന്നത് നമ്മുടെ മോഡേൺ ടെക്നോളജിയുടെ അറൈവലാണ്. അതാണ് ഇതിൻ്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് കൂടെ നമുക്ക് കാണാം. അത് നമ്മൾ ഈ സമ്മറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ അനാലിസിസിൽ പോകുമ്പോൾ നമ്മൾ ഇതും കൂടെ നോക്കണം. ഇവിടെ എന്താ കാണിക്കുന്നത്, ഇവിടെ കൾച്ചറൽ ഇമ്പാക്റ്റ്, അതായത് പോയട്രിയിൽ തന്നെ അല്ലെങ്കിൽ വർക്കിൽ തന്നെ ലിറ്റററി ജോണറിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, പൈലൻ പോയറ്റ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു പുതിയ ലിറ്റററി ഗ്രൂപ്പ് ഇവിടെ എമർജ് ചെയ്ത് വന്നത് കാണാം. അതിലുള്ള മെമ്പേഴ്സാണ് സ്റ്റീഫൻ സ്പെൻഡർ, W.H. Auden, ലൂയി മാഗ്നീസ് പോലെയുള്ള ആളുകളൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡേണിറ്റി, ഇൻഡസ്ട്രിയൽ ചേഞ്ച്, ഇതെല്ലാം പോയട്രിയിലും വളരെയധികം എഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ സ്യൂഡോ മോഡേണിസത്തിൻ്റെ ഒരു സിമ്പിൾ, ഇവിടെ നമുക്ക് പോയറ്റിക് സ്റ്റൈലിലും ഈ ടെക്നോളജിക്കൽ ചേഞ്ച് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയത് കാണാം. അതായത് ഒരു സ്യൂഡോ മോഡേണിസ്റ്റ് വോയിസ് നമുക്കിവിടെ കാണുന്നുണ്ട്.
ഇവിടെ മോഡേൺ മെഷീനറീനെ കുറിച്ചും അർബനൈസേഷനെ കുറിച്ചും മാസ് സൊസൈറ്റീനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയട്രിയിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് ആംബിവാലന്റ് ടോൺ കാണാം. ആംബിവാലന്റ് ടോൺ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം പോം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ക്രിറ്റിസിസത്തിൽ നിന്നും ഒരു ഒപ്റ്റിമിസത്തിലേക്കാണ് പോം ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു റൂറൽ പ്യൂരിറ്റി എല്ലാം പോയി എന്ന് പറഞ്ഞ ആൾ പിന്നീട് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്തിനായി നമുക്ക് ഹോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രോത്ത് സംഭവിക്കും എന്ന് പറയുകയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ട്രഡീഷണൽ പോയട്രീനെ പ്രേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ കാണാം. അതായത് പോയിറ്റ് ആദ്യം അഡ്മയർ ചെയ്യുന്നത് നാച്ചുറൽ വേൾഡിനെയാണല്ലേ. അതായത് അത് ഇങ്ങനെ ലിങ്ക് ചെയ്യുക, ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രി, ഓൾഡ് പോയട്രി. ആ ഓൾഡ് പോയട്രിയാണ് ഞാൻ ഈ പറഞ്ഞ ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രി. അതിനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഫുൾ ഓഫ് ലവ്, ഇമോഷൻ, നേച്ചർ എല്ലാം ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഇമോഷൻ നിറഞ്ഞ നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോംസ് ആയിരുന്നു ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രിയിൽ വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ വലിയ സ്ട്രക്ചർ, പൈലൻസ് പോലെയുള്ള സ്ട്രക്ചർ വന്നപ്പോൾ എന്താ, ആ ഭംഗി റൂയിൻ ചെയ്തു. അതായത് മോഡേൺ പോയട്രി വന്നപ്പോൾ ആ ഭംഗി പോയി, പോയട്രിയുടെ ആ ഭംഗി തന്നെ പോയി. പോയട്രി ഇപ്പം എന്താ, ഒട്ടും ഇമോഷൻ ഇല്ല, ലൈവ്ലി അല്ല, ഒരു ലൈഫ്ലെസ് ഇമോഷൻലെസ് പോമാണ് നമ്മളുടെ മോഡേൺ പോയട്രി എന്ന് പറയുന്നത്. അതിനെയാണ് ഡ്രൈ ബ്രൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലോ ഇല്ല, ഒരു ലൈഫ് ഇല്ലാത്ത പോമാണ് മോഡേൺ പോയട്രി എന്ന് പറയുന്നു. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം എന്താ പറയുന്നത്, എന്നാലും മോഡേൺ പോയട്രി ആവശ്യമാണ്. മോഡേൺ പോയട്രി ആവശ്യം എന്ന് വെച്ചാൽ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ, അതായത് പൈലൻസ് ആവശ്യമാണ് എന്ന് പറയുന്നത് മോഡേൺ പോയട്രി ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ, കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ, ആ കറൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും, പോയട്രിയിലായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ലൈഫ് ഇല്ലെങ്കിലും വേണ്ടില്ല, ഇമോഷൻ ഇല്ലെങ്കിലും വേണ്ടില്ല, സിനേറിയോനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മോഡേൺ പോയട്രി മോഡേൺ ഏജിൽ അത്യാവശ്യമാണ്. അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കാം, ഇമോഷൻ ഇല്ലാതിരിക്കാം, എന്നാലും എന്താണ്, അത് ആവശ്യമാണ് എന്നുള്ളൊരു തീമിലേക്ക് ആരെത്തി, നമ്മുടെ സ്പെൻഡർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് ഈ രണ്ട് തീംസും മനസ്സിലാക്കി വെക്കുക. ഒന്ന്, നമ്മുടെ നാട്ടിൽ വന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതിനോട് അദ്ദേഹം കീപ്പ് ചെയ്ത ഒരു ആംബിവാലൻറ്റ് ഒരു പേഴ്സ്പെക്റ്റീവോ അങ്ങനെ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് മോഡേൺ പോയട്രി വേഴ്സസ് ഓൾഡ് പോയട്രിയാണ് ക്ലാസിക് അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയട്രി. അത് വളരെ എന്താ പറയുക, ലൈഫ് നിറഞ്ഞ, ഇമോഷൻ നിറഞ്ഞ, നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പോയത്തിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ മോഡേൺ പോയട്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, എന്നിട്ട് അവസാനം അദ്ദേഹം എന്ത് പറയുന്നു, മോഡേൺ പോയട്രിയിൽ ഈ കണ്ടംപററി ഇഷ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും, പൊളിറ്റിക്കൽ സിനാരിയോസ് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് മോഡേൺ പോയട്രിയാണ് അത്യാവശ്യം എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോമിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു പോമാണ്, അധികം ഒന്നും ഇതിൽ പഠിക്കാനില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.